ഗൈസ് ഞങ്ങളുടെ വീട്ടിലെ നോമ്പ് കള്ളത്തിനെ കാണണോ? ഇതാ ഞങ്ങളുടെ വീട്ടിലെ നോമ്പ് കള്ളത്തി ഫുൾ ടൈം ബിസ്ക്കറ്റും ഓരോ സാധനം തിന്ന് ചെയ്ത് നടക്കുന്ന നമ്മളുടെ വീട്ടിലെ നോമ്പ് കള്ളത്തി. നോമ്പ് കള്ളൻ ഇവിടെ ഉണ്ട്. ഇതാ ഫുൾ ടൈം പാല് കുടിക്കുന്ന ഒരു കള്ളൻ. എങ്ങനെ സൗണ്ട് ഇടുക? ഒരു എന്താ പറയാ, ഈ പെറ്റെടുക്കുന്ന ഒരു പൂച്ച ഉണ്ടാവില്ലേ, എപ്പോഴും തൊള്ളട്ടുങ്ങാണ്ട് വെറുതെ തൊള്ളടില്ല. അതന്നെ ഇവൻ്റെ അടുത്ത് ഉറങ്ങുമ്പോഴും ഈ സൗണ്ട് തന്നെ. എന്താ അത്? അങ്ങനെ ഗൈസ് ഉമ്മയൊക്കെ പറത്തിട്ട് ചൊറുക്കായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ പെരുന്നാൾ പർച്ചേസാണ് ഗൈസ് ഇന്ന്. എന്നൊരു പമ്പേഴ്സ് എടുത്തോളി. സ്നെഗ് കാറിലൊന്നും പോയാൽ ആയിക്കൂല. വയറ് വേർക്കത്ര ഗൈസ്. അപ്പൊ എന്തായാലും ഇന്ന് പെരുന്നാൾ പർച്ചേസ് ആണ്. പെരുന്നാൾ പർച്ചേസ് ആർക്കാണ്? കിഡോപ്പിയിലെ ആളുകൾക്ക് അല്ലേ? അപ്പോൾ ഇനി നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾക്ക് എവിടുന്ന് ഡ്രസ്സ് എടുക്കണം എന്നുള്ള ടെൻഷൻ വേണ്ട. കിഡോപ്പിയിൽ കിടിലൻ സ്റ്റോക്കുകൾ എത്തിയിട്ടുണ്ട്. അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്ന് പർദ്ദയും ഡ്രസ്സും ഒക്കെ എടുത്തിട്ട് നമ്മൾ പോകുന്നത്. അങ്ങനെ കയറി ഗൈസ്. ഈ ബാക്കിലാ ആ കവളി ഇന്നോട്ടെ ഉണങ്ങിക്കോട്ടെ. എൻ്റെ പ്രീമിയം ഡ്രസ്സൊക്കെ ഒഴിവാക്കട്ടെ. പ്യൂമൻ്റെ ആണ് 3000 ഉറുപ്പ്യൻ്റെ ട്രൗസർ. പോയാലേ എൻ്റെ അവിടെ കടന്നോട്ടെ കേട്ടോ. എൻ്റെ കൊണ്ടായാലും കുഴപ്പമൊന്നുമില്ല. എൻ്റെ കാറിലിടാം. അത് നല്ല ഇതിൻ്റെ ഷൂവോ. നോമ്പ് 5 അല്ലേ? ഒരു നോമ്പ് എടുക്കാത്ത ആളാട്ടോ ഇവിടെ ഇരിക്കുന്നത്. അടുത്ത കൊല്ലം ഞാൻ നോമ്പ് എടുപ്പിക്കും, അംഗനവാടി കൂടുകയും ചെയ്യുന്നു. നോക്കോ അന്നെ അംഗനവാടി കൂടും ഞാൻ. നോക്കോ എന്നെ അവിടെ ഇവിടെ നിങ്ങളുടെ ഫ്രണ്ട് കയറി കഴിഞ്ഞാൽ നല്ല അടി കിട്ടുമല്ലേ? ഓക്കെ ഗൈസ്. അപ്പൊ ഉമ്മ ബാക്കില് ഫുൾ സെറ്റപ്പിലൊക്കെ കിടന്നുറങ്ങുന്നത് കേട്ടോ അല്ലേ? ഒരു 2 മണിക്കൂർ വേണം ഇപ്പൊ ഞങ്ങൾക്ക് എത്തേണ്ടോടത്തേക്ക് എത്തുന്നത്. സമാധാനം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് എവിടെ നിർത്തി ഫുഡ് വാങ്ങിച്ചു കൊടുക്കണ്ട. പക്ഷെ അലയൊക്കെ എന്താ കാട്ടുക? കൈ പിടിച്ചോ വല്ലതും വള്ളത്തിൽ പോയോ? നമുക്ക് പോകുമ്പോ അപ്പൊ നേന്ത്രപ്പഴം എന്തെങ്കിലുമൊക്കെ വാങ്ങാം. അത് ചെറുപഴം തിന്നണുള്ളൂ, നീന്ത്രപ്പഴം തിന്നണില്ലേ? പോലീസ് കുടിക്കുവാ. അങ്ങോട്ട് പോകും. നമ്മള് ആദ്യം എത്തിയത് നമ്മുടെ പുത്തനത്താണിയിലാണ് കേട്ടോ. പുത്തനത്താണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പുത്തനത്താണിക്കാർ നമ്മളെ വീഡിയോസ് കാണുന്ന ആൾക്കാരാണ്. ഓക്കെ. അപ്പം എന്തായാലും നമ്മളെ കിഡോപ്പിയിലെ പുത്തനത്താണിക്കത്തെ കളക്ഷനാണ് നമ്മൾ ഫസ്റ്റ് കാണിച്ചു തരുന്നത്. അലേഹക്ക് എന്തെങ്കിലും തിന്നാൻ കൊടുക്കണ്ടേ അലേഹ? തട്ടട്ട നിങ്ങൾക്ക് എന്തെങ്കിലും തിന്നാൻ വേണോ? അതെന്തിനാ? വണ്ടിയിലിരുന്ന് കുടിക്കാനാ? വണ്ടിയിലിരുന്ന് കുടിക്കാനാ? നോമ്പില്ല? നമുക്ക് നോമ്പില്ല. ഇത്ര കാശ് പറയണ്ട. പണ്ട് തമിഴ്നാട് പോയിട്ട് തിന്നത് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? എന്നിട്ട് ക്ഷീണാണ് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ എടുക്കുമ്പോ ഒരാള് ബാക്കില് പ്ലേറ്റില് മിച്ചർ ഇങ്ങനെ തിന്ന് വരുന്നുണ്ട്, മധുരം നോക്കിട്ട്. മുന്തിരി. അലേഹന്റെ ലുക്ക് നോക്കി എന്റെ മക്കളാ. അലേഹ ആകെ മാറി. ഇതെന്താ പറയാ, ഹുഡിയോ? കോഡ് സെറ്റ് അല്ലേ? എന്റെ മക്കളെ ബാഗൊക്കെ തൂക്കിയിട്ട് അലേഹ ആകെ മാറിട്ടോ. ഇതിന്റെ ഒക്കെ ഒരുപാട്. ഇതിന്റെ കളക്ഷൻസ് ഒന്നും എടുക്കടാ. കണ്ടോളി ഗൈസ്. ഇതിൻ്റെ കളക്ഷൻസ് ഏതൊക്കെയാണ് വന്നിട്ടുണ്ട്. ബ്ലാക്കിൽ വന്നിക്കണ്, അതിൻ്റെ അതാ ഒരു പിങ്ക് ഷെയ്ഡിൽ വന്നിട്ടുണ്ട്. ഒരുപാട് സാധനമുണ്ട്. വേറൊരു കളർ എനിക്ക് നല്ല ഇഷ്ടമായി. ഇതാ അതായത് ഇതിനെന്താ പറയുക? കോഡ് സെറ്റ് തന്നെ. കോഡ് സെറ്റ് നല്ല അടിപൊളി കോഡ് സെറ്റ് ആയിട്ട് ഒരു മാലയൊക്കെ ഉണ്ട്. അതിനിതാ എങ്ങനെയുണ്ട് ഇപ്പോൾ പ്രാവശ്യത്തെ കളക്ഷൻ? അടിപൊളിയല്ലേ പ്രാവശ്യത്തെ ഗൈസ്? ഒരു രക്ഷയില്ലാത്ത കളക്ഷനാണ് വന്നിട്ടുള്ളത്. ഇതുണ്ടോ? ആ പുറത്ത് വന്നതൊക്കെ പുതിയ സ്റ്റോക്കാണ് കേട്ടോ. അവിടെ ഇരിക്കണതൊക്കെ ഒരുപാട് പുതിയ സ്റ്റോക്കാണ് ഇരിക്കണത്. നോക്കിക്ക്, ഇതൊക്കെ ഇപ്പോൾ വന്ന ഐറ്റംസ് ആണ്. ഇത് മാത്രമല്ല ഇവിടെ നോക്കിയേക്ക് എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. നമ്മുടെ അലേഹൊക്കെ കുറച്ചും പാടെ വലുതായിട്ടുണ്ടെങ്കിൽ. ഇത് എത്ര വയസ്സിൻ്റെ മോനെ? അതായത് 5 to 10, അതായത് 5 വയസ്സ് മുതൽ 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഈ ഒരു ഡ്രസ്സൊക്കെ എത്തിയിട്ടുണ്ട്. ഈ ഒരു ഡ്രസ്സൊക്കെ പെരുന്നാൾക്ക് നിങ്ങളുടെ മക്കൾ ഇട്ട് കഴിഞ്ഞാലേ ഈ എന്താ പറയുക, ഇംഗ്ലീഷ് സിനിമയിലൊക്കെ കല്യാണം കഴിഞ്ഞ് പെണ്ണുങ്ങൾ പോലെ അതേപോലെ ഉണ്ടാവും. അതൊന്ന് വെറുതെ അലയൊക്കെ വെച്ചെടുക്ക്. വോയിസിൻ്റെ കോഡ് സെറ്റ് അല്ലേ?
ഇതും ബോയ്സിന്റെ വരുന്ന കോഡ് സെറ്റ് ഗേൾസിനും. ഓക്കെ, അത് അലയൊക്കെ ജസ്റ്റ് വെക്ക്. അലയൊക്കെ ബാഗൊക്കെ തൂക്കിയിട്ടുള്ള കോഡ് സെറ്റ് കണ്ടോ, നല്ല രസമല്ലേ? ഇതിന്റെ ചെറുതില്ലല്ലോ? ഇല്ലല്ലോ. അലേഹനൊന്ന് പെട്ടെന്ന് വലുതായി കിട്ടിയാൽ മതി എന്ന് നമ്മൾ ആലോചിക്കുന്നുണ്ട്. അയ്യോ, ഇത് അതിന്റെ വേറൊരു പാർട്ടി വെയർ ലുക്ക് സാധനല്ലേ? ഇതില് 5 to 10 വരാണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും നമ്മുടെ പെരുന്നാൾ കളക്ഷൻസ് ആരംഭിച്ചിട്ടുണ്ട്. ബോയ്സിൻ്റെ ഒരുപാട് വെറൈറ്റി സാധനങ്ങളാണ് എത്തിയിട്ടുള്ളത്. അതായത് ഇനി 5 സ്ലീവിലാണെന്നുണ്ടെങ്കിലും ഇനി കോഡ് സെറ്റിലാണെന്നുണ്ടെങ്കിലും എല്ലാ ടൈപ്പ് ഇതൊക്കെ പോകുന്നല്ലേ, ഒക്കെ പോകുന്ന ഒക്കെ വെറൈറ്റി കളറാണ്. ഓക്കെ, നിങ്ങൾക്ക് ഡെനീമിലാണെന്നുണ്ടെങ്കിൽ ഡെനീമിൻ്റെ തന്നെ ഒരുപാട് സാധനം എത്തിക്കണേ. അത് ഡെനീമല്ലേ വരുന്നത്? ഡെനീമല്ല, ആ സ്ലീവാണ്. അതായത് ഓഫ് അതല്ലേ സൈസ്? 1 to 5 അല്ലേ? അയ്യോ, ഇതിലേക്ക് നല്ലൊരു ബാഗി പാൻസ് എത്തിക്കണ. ബാഗി പാൻസ് എത്തിയിട്ടുണ്ട്. കണ്ടോ, ഇതൊക്കെ പാൻറ്റിൻ്റെ കളക്ഷൻസ് എത്തിയിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ ഇതിനെന്താ പറയുക, ഹുഡീസോ? സെറ്റേഴ്സ്. ഓക്കെ, സെറ്റേഴ്സിലെ എല്ലാ കളറിൽ സെറ്റേഴ്സ് ഉണ്ട്. ഇനി പ്രിൻറ്റിൽ വേണം, നല്ല അടിപൊളി പ്രിൻറ്റിലും സാധനങ്ങൾ എത്തിയിട്ടുണ്ട്. ഒരുപാട് കളക്ഷൻ ഉണ്ട്. നമുക്ക് സാധനം ഡയറക്റ്റ് കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഇതിങ്ങനെ. 10 വയസ്സിനല്ലേ? കുറേ ആൾക്കാരുടെ സംശയമാണ് എത്ര വയസ്സ് വരെ ഉള്ളത് എന്നുള്ളത്. വയസ്സ് നമുക്ക് 10 വയസ്സ് വരെ അവൈലബിൾ ആണ് കേട്ടോ. കേട്ടോ, വെയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാ ഈ ഒരു ലുക്കാണ് ഉണ്ടാവുക. മൊത്തത്തിൽ കണ്ടോ, മൊത്തം ട്രെൻഡ് സാധനങ്ങളല്ലേ? ഒക്കെ നോക്കി. അയ്യോ, ഡെനീമിലെ ഈ സെറ്റ് നോക്ക്. എല്ലാത്തിനും ഓരോ ബാഗും ഉണ്ട് അല്ലേ? ഇതിന് ഇതാ ഓഫ് വൈറ്റ് ബാഗ്, അതിനതാ പിങ്ക് റെഡ്, അതാ ബാഗും ഉണ്ട് എല്ലാത്തിനും. രസമുണ്ടോ? നല്ല ഭംഗിയുണ്ടല്ലോ അല്ലേ? അയ്യോ, അനക്ക് കുട്ടി ഒന്ന് പെട്ടെന്ന് വലുതായാൽ മതി എന്ന് ആലോചിക്കുന്നുണ്ടോ? അതല്ല, ആ ഡ്രസ്സൊക്കെ ഇടാൻ അയ്യോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം നോക്കി, ഒരു പ്രീമിയം സാധനം കണ്ടോ, ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു നെക്കിലിങ്ങനെ നല്ല അടിപൊളിയായിട്ട് ഡിസൈനൊക്കെ ചെയ്ത് നല്ല കംഫേർട്ട് ഉണ്ടാവും കേട്ടോ ഇടാൻ. നല്ല ക്വാളിറ്റിയാണ്, ഉള്ളിൽ കോട്ടനാണ് ചേരുന്നത്. ഇനി ഈ കുട്ടി ഒതുങ്ങിയിരിക്കേണ്ട അലയൊക്കെ ഡ്രസ്സ് ഇട്ട് കൊടുക്കുന്ന പോലെ. അപ്പം അത് എൻ്റെ ഐബു വലുതായിട്ട് വേണം ഐബുവിനെ മോഡലാക്കാൻ. ഐബു എവിടെ ഉള്ളത്? എവിടെ കിടക്കണേ? ഒളിച്ച് കളിക്കുക അവിടെ. ഏതഞ്ഞി ഇവ ഇതല്ല ഭംഗിയുണ്ടല്ലോ അല്ലേ? നല്ല അടിപൊളി ഫ്രോക്ക് അല്ലേ? ഒറ്റ ഡ്രസ് നോക്കി. അവിടെ ഇതിന്റെ എല്ലാ സൈസും ഉണ്ടോ? അവളുടെ ഉണ്ട്. അല്ല, ഇനി പുറത്തുനിന്ന് വേറെ ആൾക്കാർ വന്നവർക്ക് കൊടുക്കാനുള്ളതുണ്ടോ? സാധനം ഇല്ലേ? തന്നെ ഭംഗിയുണ്ട് കേട്ടോ അല്ലേ? ഫുള്ള് ജീനിലാണ് ഒരു കോഡ് സെറ്റ് ലുക്ക് ഉണ്ട് സാധനം. ബൊമ്മക്ക് നമ്മള് പൂരപ്പറമ്പ് കിട്ടൂല. ബൊമ്മ സൈഡ് ഇങ്ങനെ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാല് ഇപ്പൊ തല ഇറങ്ങി വീഴുന്നൊക്കെ തോന്നണേ. ഒലിവാണ് അതിന് സന്തോഷാണ്. ബ്ലാക്കിലും വൈറ്റിലും ബാഗി ജീനില്ലേ? നല്ല വർക്ക് ഉണ്ട്. ജീനിലും വർക്ക് ഉണ്ട് അല്ലേ? എന്റെ മക്കളെ പെരുന്നാക്ക് ഞാൻ എന്താ പറയാ, നിങ്ങള് മക്കൾക്ക് ഇനി ഡ്രസ്സ് എടുക്കണമെങ്കിൽ ഇനി ടെൻഷൻ അടിച്ചേക്കേണ്ട ആവശ്യമില്ല. വേഗം ഇങ്ങോട്ട് പോകുന്നു. ഈ ഡ്രസ്സ് എടുത്തു കഴിഞ്ഞാല് ഇനി വേറെ മാലന്റെ ആവശ്യമില്ല. മാലയൊക്കെ ഇതില് ജീൻസിൽ വരുന്ന. എനിക്ക് പറയാനുള്ള എന്താ വെച്ചാൽ മസ്റ്റ് ആയിട്ട് നിങ്ങൾ ഷോപ്പ് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാല് വെറൈറ്റി. ഇപ്രാവശ്യത്തെ പെരുന്നാൾക്ക് നമ്മൾ മുൻകൂട്ടിയെ സാധനം ഇറക്കിയിരിക്കണം. നിങ്ങൾക്ക് കഴിഞ്ഞ കൊല്ലം കിട്ടിയില്ല എന്നുള്ള ടെൻഷൻ വേണ്ട. കഴിഞ്ഞ കൊല്ലം നമ്മൾ പിന്നെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് എന്താണ് നമ്മൾ കുറച്ച് സാധനം ഇറക്കിയാന്നുള്ളൂ. ഇപ്രാവശ്യം അപ്പുറത്തെ റൂം മൊത്തം സ്റ്റോക്കാണ് അല്ലേ? എത്ര ഏത് സാധനം വേണമെങ്കിലും ഫുള്ള് കൊടുക്കാനുള്ള സാധനം നമ്മളത് ഇപ്രാവശ്യം ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ എടുക്കേണ്ട ആവശ്യമില്ല. അയ്യോ, നല്ല വെറൈറ്റി സ്കേർട്ട് അല്ലേ? പിൻട്രസ്റ്റ് വൈബ് സ്കേർട്ടൊക്കെയാണ് ഇപ്പോൾ കയ്യിലിരിക്കണേ. ഏത് ഒരു ഉമ്മാർക്കും അവരവരുടെ മക്കൾക്ക് ഇത് കണ്ടെടുക്കാതെ നിങ്ങൾ വിടൂല. അവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും എടുക്കും. ഇതൊക്കെ ചിലപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ആയിട്ട് ഇരിക്കണേ. നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ ഫ്രെയിം മാത്രം നോക്കണ്ട, ഇതിൻ്റെ ഉള്ളൊക്കെ മൊത്തം സെർച്ച് ചെയ്തോളിയും. കാരണം ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ് ഇപ്പോൾ ഓരോ സാധനം എടുത്ത് പുറത്തേക്ക് ഇടുന്നത്. കണ്ടോ അതിൻ്റെ ഉള്ളിൽ നല്ല നല്ല സാധനങ്ങൾ ഇരിക്കണേ. നമ്മുടെ എന്താ സ്റ്റോക്ക് ഇങ്ങോട്ട് ഫുള്ളായിട്ട് വെക്കാൻ സ്ഥലമില്ലാതെ നിൽക്കുക.
അതുകൊണ്ട് നിങ്ങൾ എല്ലാ സാധനവും തുറന്നു നോക്കിയാൽ നിങ്ങൾക്ക് എന്തായാലും എല്ലാവർക്കും ഉള്ള, ഇനി ആൺകുട്ടിയാണെങ്കിൽ ആൺകുട്ടിക്കും പെൺകുട്ടിക്കുള്ള സാധനമൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഇനി ഐബുവിന് ഡ്രസ്സ് മാറ്റി വെക്കണോ? അനക്ക് ഡ്രസ്സ് മാറ്റണോ മൊട്ടെ? അനക്ക് ഡ്രസ്സ് മാറ്റണോ? വേറെ കോഡ് സെറ്റാ? കോഡ് സെറ്റിൻ്റെ ഒരു ഹ്യൂജ് കളക്ഷൻ തന്നെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒക്കെ നിങ്ങൾ നല്ല പാർട്ടി വെയർ പെരുന്നാൾക്കൊക്കെ എടുക്കും, പിന്നെ നിങ്ങളത് ഇടലൊന്നും ഉണ്ടാവില്ല. ഇതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെരുന്നാൾ കഴിഞ്ഞിട്ട് പോകുന്ന ട്രിപ്പ് ആയിക്കോട്ടെ, വിരുന്നായിക്കോട്ടെ, സൽക്കാരമായിക്കോട്ടെ, ഇനി വലിയ പെരുന്നാളിൻ്റെ ട്രിപ്പ് ആയിക്കോട്ടെ, എല്ലാത്തിനും കംഫർട്ടായിട്ട് ഇടാൻ പറ്റിയ നല്ല ക്വാളിറ്റി മെറ്റീരിയലിൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്ത സാധനമാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഇതിലൊക്കെ കിട്ടിയതിനെ നോക്കി സത്യം അല്ലേ? നമ്മൾ അലേഹ വലുതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം ഞാൻ ഓരോന്ന് നമ്മൾ എടുക്കൂട്ടോ. അതിട്ടപ്പോൾ ഒന്ന് നീളം വെച്ച പോലെ എൻ്റെ ഐബു വലുതായിട്ട് ഇനി ആൺകുട്ടികളെ കളക്ഷൻ ഇനി ഐബുവിനെ ഞാൻ അടിക്കും ഗൈസ്. ഇപ്പം അലേഹപ്പോൾ വലുതായിട്ടുള്ളൂ. കഴിഞ്ഞ പെരുന്നാൾക്ക് അലേഹ ഇടാൻ വലിപ്പമുള്ള സാധനം ഉണ്ടായിരുന്നില്ല. ഇപ്രാവശ്യത്തെ അലേഹ മോഡലാണ് കേട്ടോ. പക്ഷെ മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതന്നെ സാധാ മോഡലുകളൊക്കെ എന്താ ചെയ്യുക, ഒരു പോസൊക്കെ തരില്ലേ? ഇത് അതൊന്നുമില്ല, ഓരോടത്ത് നിൽക്കണില്ല. നല്ല ആളെ ഞാൻ മോഡലിൽ കൊണ്ട് നിൽക്കണേ. നേരെ നിൽക്ക്. ഈ പറയണേ അത് മനുഷ്യന്മാരെല്ലാം ഇങ്ങോട്ട് ബൊമ്മയാണ്, അത് ബൊമ്മ. ഇനി പെരുന്നാൾക്ക് ഇനി പാർട്ടി വെയറിൽ നിങ്ങളെ കുട്ടികളെ മണവാട്ടിയാക്കണോ, റാണിയാക്കണോ? റാണി ഇതാ അതിന് പറ്റിയ സാധനമുണ്ട്. ബർത്ത്ഡേക്കൊക്കെ ഇടാൻ പറ്റിയ സാധനങ്ങൾ. ഇതിൻ്റെ ബ്ലാക്കും വരുന്നുണ്ട്, ഇതിൻ്റെ ബ്ലാക്ക് വരുന്നുണ്ട്, ബ്ലൂ വരുന്നുണ്ട്, ഗ്രീന് വരുന്നുണ്ട്. ഇതൊക്കെ അതിൻ്റെ കളേഴ്സാണ് അല്ലേ? ഇന്ന് കേൾക്കണോ? അലേക്ക എല്ലാം ഭാഗാവിൽ തുടങ്ങി കേട്ടോ. ഇനി അലേൻ്റെ സൈസിലുള്ള കുട്ടികൾക്കൊക്കെ ഒരുപാട് മോഡൽസ് ഉണ്ട്. അടുത്ത പെരുന്നാൾക്ക് അലേക്ക് നമുക്ക് ഈ ഒരു ടൈപ്പ് സാധനങ്ങളൊക്കെ എടുക്കാം, വലുതാഴ്ച എടുക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ നേരെ എത്തിയിട്ടുള്ളത് നമ്മുടെ കോട്ടക്കൽ കിഡോപ്പിയിലാണ്. കിഡോപ്പിയിലും അതേ സാധനം അല്ലേ, കുറേ സെയിം കളക്ഷൻസൊക്കെ ഇവിടെ ഉണ്ട്. അവിടെ ഇല്ലാത്ത സാധനവും ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഷോപ്പൊന്ന് മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്തോളൂ കേട്ടോ. ഒരുപാട് കളക്ഷൻസ് പെരുന്നാളിൻ്റെ ഭാഗമായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. ഓക്കെ, പൊമ്മി അലനും കാറിലാണ്, സീനു ഞാനും ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. ഓക്കെ ഗായ്സ്, അങ്ങനെ നമ്മൾ കിഡോപ്പിയിലൊക്കെ പോയി നോമ്പ് തുറക്കാനായതാണ്. അപ്പോൾ ഇവിടെ എത്തിയിട്ടോ. ഞാൻ ഇവരോട് പറഞ്ഞു ഇന്ന് നമുക്ക് പുറത്തുനിന്ന് നോമ്പ് തുറ ആക്കാണ്. അപ്പോൾ പറയണ എൻ്റെ തരക്കാർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര നല്ല വ്യക്തിത്വത്തിന് ഉടമ ആയതുകൊണ്ട് ഓര് ഇവിടെ വന്ന് കഷ്ടപ്പെട്ട് പണിയെടുത്ത് അതുകൊണ്ട് ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞ് സമൂസ വാങ്ങാന്ന്. കലോറി എത്ര കൂടുതലാ അതൊക്കെ. അപ്പൊ ഇന്റെ ഹെൽത്ത് മാത്രം നോക്കിയാൽ മതി, ഇവരെ ഹെൽത്തും പാടെ നോക്കണ്ടേ? നോമ്പല്ലേ? ആൾക്കാരുണ്ടാക്കണെന്ന് പറഞ്ഞത് കുറച്ച് വിഷം ഉണ്ടാക്കാന്ന് വെച്ചാൽ വാങ്ങി തിന്നുങ്ങള് കൂത്തായിപ്പത്. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും കളക്ഷൻസ് ഒക്കെ കണ്ടില്ലേ. അപ്പോൾ ഇനി പെരുന്നാക്കൊന്ന് കാത്തിക്കണ്ട, വേഗം പോയിട്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്തോളി. ഇത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റോക്ക് വീണ്ടും ഇറങ്ങുന്നത്. സ്റ്റോക്ക് അവിടെ കൊടുന്ന് അട്ടിയിട്ടിരിക്കുക. പ്രാവശ്യം പെരുന്നാൾക്ക് മൊത്തം കിഡോപ്പിലെ ഡ്രസ്സ് ഇട്ടാവും കുട്ടികൾ നടക്കുക. അല്ലാ, എന്താ ഉണ്ടാക്കണമെന്നിട്ട് നൂൽപുട്ടോ ഗൈസ്. വീഡിയോ ഒക്കെ എടുക്കണം എന്നിങ്ങനെ വിചാരിച്ചു. പെൽച്ചക്കൊക്കെ നീച്ച് വീഡിയോ എടുക്കണം വിചാരിക്കും. എവിടെ നീക്കണ്ട, ഉമ്മയൊന്നും നീക്കണമെന്നല്ല. ഉമ്മാനൊക്കെ നമ്മൾ വിളിച്ചെടുത്തണം. പണ്ട് ഉമ്മ ഇങ്ങോട്ട് വിളിച്ചിരുന്നു, ഇപ്പൊ അതൊന്നുമില്ല. ഈ ഐ ഫോണിൽ അലാറം ഉണ്ടല്ലോ, അതൊക്കെ പഠിക്കുക തന്നെ. ഇതെന്താ കോഴിയോ? കുറച്ചവനെ കോളിഫ്ലവർ ആണല്ലോ ഉള്ളത്. കോഴിയില്ല അപ്പൊ? അന്നല്ലേ ഒരു കഴിഞ്ഞ ആഴ്ച ഒരു കിലോ കോഴി വാങ്ങിച്ചോ? ആ, മസാല ഒക്കെ ഉണ്ട്. കുട്ടികളുടെ സ്വിമ്മിങ് പൂളിൽ കളിക്കുന്നുണ്ട് ഗൈസ്. അപ്പം എന്തായാലും ഇന്ന് നോമ്പ് തുറക്ക് കാര്യമായിട്ടൊന്നും ഫുഡ് ഇല്ലാത്തതുകൊണ്ട് ഇതൊക്കെ തന്നെ ഉള്ളൂ ഗൈസ്. നാളെ നമുക്ക് നല്ലൊരു പെൽച്ചിയും ഒരു നോമ്പ് തുറക്കെ കാണാം അല്ലേ? എന്തായാലും 5ാമത്തെ നോമ്പല്ലത്, വലിയ കുഴപ്പങ്ങളൊന്നും ആർക്കുമില്ല. ഇനി ഇതാ പറയുമ്പോ നോമ്പൊക്കെ കഴിയും എന്നൊക്കെ. അപ്പൊന്നുമില്ല ഉള്ളത്. ഇതില്ലാത്ത എത്ര ആൾക്കാരുണ്ട് നോമ്പിന്? നോമ്പ് നിങ്ങൾക്ക് വെള്ളം നനച്ചിട്ട് തിന്നാനല്ല നോമ്പേ, വിശപ്പിന്റെ വില അറിയാൻ വേണ്ടിയിട്ടാണ് നോമ്പേ. ഇത് വിശപ്പിന്റെ വില കൂടുതലാണ് അവിടെ അവർക്ക്. ഓക്കെ, അപ്പൊ എന്തായാലും ഗൈസ് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഗൈസ്.